അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഏറെക്കുറെ അധികാര വിരുദ്ധമാണ്. അവർ സ്വയം നടത്തിയ മൽപ്പിടുത്തത്തിൻ്റെയും ജീവിച്ച കാലത്തെ മറിച്ചിടാൻ വേണ്ടി അവർ നടത്തിയ നിരന്തര ശ്രമത്തിൻ്റെയും മുദ്രകളാണ്, അടയാളങ്ങളാണ് അതിൽ പതിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് ഫോക്ലോറിൻ്റെ ഒരു ലോകമുണ്ട്. അത് വിട്ടാൽ പിന്നെ അടുത്ത് നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള നവീകരണങ്ങൾ, പരിഷ്കാരങ്ങൾ, വിപ്ലവ പ്രവർത്തനങ്ങൾ. അതിനെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ചുരുക്കി ഭക്തി പ്രസ്ഥാനത്തിൻ്റെ, നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഒരു ലോകം. അതോടൊപ്പം തന്നെ നാനാതരത്തിലുള്ള സമരങ്ങൾ, ഇവിടുത്തെ ആദിമ ജനത നടത്തിയ സമരങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ആലോചിക്കുമ്പോൾ ബിർസ മുണ്ട ഉൾപ്പെടെ നടത്തിയ ആത്മത്യാഗപരമായ സമരങ്ങൾ, കർഷകരുടെ സമരങ്ങൾ, തൊഴിലാളികളുടെ സമരങ്ങൾ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ നടത്തിയ സമരങ്ങൾ, സാമ്രാജ്യത്വ സമരങ്ങൾ, അങ്ങനെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ നിരവധി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സകല സംബോധനകളും രൂപപ്പെട്ടു വരുന്നത്. നമ്മുടെ കേരളത്തിൽ പോലും മുമ്പ് മനുഷ്യർ തമ്മിൽ കണ്ടാൽ ജാതിയിലായ എന്ന ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കേണ്ടി വരില്ല. കാരണം വസ്ത്രം നോക്കി, നിറം നോക്കി, ആചാരങ്ങൾ നോക്കി, വിശ്വാസങ്ങൾ നോക്കി പെട്ടെന്ന് തന്നെ പരസ്പരം ജാതി മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ക്രമപ്പെടുത്തലുണ്ടായിട്ടുള്ളത്. എന്നാൽ പരിവർത്തനത്തിൻ്റെ കാലത്തുമ്പോൾ ഈ ക്രമപ്പെടുത്തലിൽ വിള്ളലുണ്ടാവും. അങ്ങനെ വിള്ളൽ വരുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ കാണുന്ന ഏത് ജാതിയിലാണെന്ന് വ്യക്തമാവില്ല. അപ്പോൾ പരസ്പരം എന്ന് പറഞ്ഞുകൂടാ, മുകൾ തട്ടിൽ നിന്ന് തെറ്റിദ്ധരിക്കുന്നവർ ചോദിക്കാവുന്നൊരു ചോദ്യം ആ ജാതിയിലാരാന്നാണ്. താഴെ തട്ടിലുള്ള ഒരാൾക്ക് ആ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അയാൾക്ക് കഴിയില്ല. ചോദ്യം തന്നെ ചോദിക്കാൻ അയാൾക്ക് കഴിയില്ല. അയാൾ എല്ലാറ്റിനും അതെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അയാളുടെ പറച്ചിൽ ആവശ്യമില്ല. അല്ലാതെ തന്നെ അയാളുടെ ജീവിതം ഒരു നീണ്ട അതേ ആയിത്തീരുന്ന, ഒരിക്കൽ പോലും ഒരു ഇല്ല എന്ന് പറയാനാവാത്ത ഒരവസ്ഥയിലായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഭക്തി പ്രസ്ഥാനം ഇത്തരം ഒരു ആശയം പതുക്കെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് ഉത്പാദിപ്പിക്കുന്നത് നവോത്ഥാന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു നവോത്ഥാന പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഏറെക്കുറെ 1836 ഞാൻ നേരത്തെ യാക്കോബ് യാവോവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 1835 അദ്ദേഹം 20-ാം വയസ്സിൽ പൂണൂൽ പൊട്ടിച്ച് സായിപ്പന്മാരോടൊപ്പം ഭക്ഷണവും കഴിച്ച് യാത്രയിൽ പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യപ്രഖ്യാപനമാണ്, മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് നടത്തിയത്. ഇതേ കാലത്താണ് 1836 വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ സമതാ സമാജം എന്ന പേരിൽ ഒരു സംഘടന, സമത്വത്തിന് വേണ്ടി ഒരു സംഘടന രൂപപ്പെട്ടു വരുന്നത്. ഇതേ കാലത്താണ് 1836 യൂറോപ്പിൽ ലീഗ് ഓഫ് ദ ജസ്റ്റ്, നീതിമാന്മാരുടെ സംഘടന രൂപപ്പെട്ടു വരുന്നത്. യാദൃശ്ചികമാവാം, രണ്ടും ഒരേ കാലമാണ്. ഈ നീതിമാന്മാരുടെ സംഘടനയുടെ ആവശ്യപ്രകാരമാണ് പിന്നീട് അത് കമ്മ്യൂണിസ്റ്റ് ലീഗ് ഗവൺമെൻറ് 47 ആ ലീഗിൻ്റെ ആവശ്യപ്രകാരമാണ് മാർക്സും എംഗൽസും ആ ലോകത്തെ കീഴ്മേൽ മറിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. കേരളത്തിൽ 1836 സമതാ സമാജം ഉണ്ടായി. സമത്വമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം. ഈ സമത്വം എന്ന ആശയത്തിലാണ് പ്രിയം തട്ടി നിൽക്കുന്നത്. സത്യത്തിൽ സമത്വം ഉണ്ടാവുന്നില്ല, എന്നാൽ സങ്കല്പത്തിലെങ്കിലും സമത്വം ഉണ്ടാവുകയും ആ സങ്കല്പത്തിലുള്ള സമത്വം സങ്കല്പത്തിൽ അന്തരീക്ഷമല്ല, അത് പതുക്കെയാണെങ്കിലും യാഥാർത്ഥ്യത്തിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ് എന്നും ഉത്തമ ബോധ്യമുള്ള ഒരാൾ ഉച്ചരിക്കുന്ന പ്രിയപ്പെട്ട എന്ന വാക്ക് അസാധാരണമായ അർത്ഥമുള്ള KPM എന്ന വാക്കുകളിൽ പറഞ്ഞാൽ ചിറകുള്ള ഒരു വാക്കായിത്തീരും. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാം പതിവുകളായി തീർന്നതുകൊണ്ട്, അലസമായ അരാഷ്ട്രീയതയുടെ അടയാളമായി തീർന്നതുകൊണ്ട് പ്രിയമെന്ന് ഉച്ചരിക്കുന്ന ആൾക്കോ പ്രിയമെന്ന് കേൾക്കുന്നവർക്കോ പറയത്തക്ക ഒരനുഭൂതി ഇപ്പോൾ ഉണ്ടാവാറില്ല. പരമാവധി ഒരു പ്രഭാഷണം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ആളുകൾ ചോദിക്കുക. അതൊരു അധികാരത്തിൻ്റെ ചോദ്യമാണ്.
എന്നാൽ ഈ വാക്ക് സത്യത്തിൽ അതിൻ്റെ ഒരു ചരിത്രമല്ല, അതിൻ്റെ അധികാരവുമായിട്ട് ബന്ധമില്ല. അത് അധികാരത്തെ കുറിക്കുന്ന ഒന്നാണ്. പിന്നീട് നാം കാണുന്നത് കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ ഒരു കാലത്ത് ഒരുപക്ഷെ മാനവികതയുടെ ഒരു മാനിഫെസ്റ്റോ ആയി പറയേണ്ട, കേരളത്തിൻ്റെ ദൈക്ഷണികതയുടെ മാനിഫെസ്റ്റോ ആയി വിളിക്കുന്ന ഒരു കൃതി 1897 ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ സമരമാണ്. ആത്മോപദേശ സമരത്തിൻ്റെ അടിത്തറ തീർച്ചയായിട്ടും തത്വചിന്താപരമായി നോക്കിയാൽ ആശയവാദപരം തന്നെയാണ്. എന്നാൽ തത്വചിന്താപരമായി ആശയവാദത്തിൻ്റെ അടിത്തറയുള്ള ഒരു കൃതി എങ്ങനെയാണ് അതിനെ അതിവർത്തിച്ചത് എന്നതിൻ്റെ തെളിവ് കൂടിയായും ആത്മോപദേശ സമരത്തെ വായിക്കാൻ പറ്റും. അതിലാണ് ഗുരു അദ്ദേഹത്തിൻ്റെ ചിന്താലോകത്തിൽ 2 മൗലികമായ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ജാതിയോട് പ്രത്യക്ഷമായി പ്രകടമായി ഏറ്റുമുട്ടുന്ന, അതിനെ പൊളിക്കുന്ന ജീവശാസ്ത്രപരമായ യുക്തിയാണ്. ആ യുക്തി എന്ന് പറയുന്നത് എല്ലാവരും ഒരു ജാതി, ഹോമോസാപ്പിയൻസ് എന്ന യുക്തിയാണ്. എന്നാൽ അതിനെ അതിവർത്തിക്കുന്ന മറ്റൊരു മഹായുക്തി ഗുരു അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ആദർശാത്മകമായ യുക്തിയാണ്. ആ യുക്തിയുടെ ഭാഗമാണ് പ്രിയമൊരു ജാതി. ആത്മോപദേശത്തിൻ്റെ ഒരു പ്രയോഗമാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ഏറെക്കുറെ നൽകിയിരിക്കുന്ന വ്യാഖ്യാനം നമുക്ക് പരിചിതമാണ്. പ്രിയമൊരു ജാതി ഒറ്റ ജാതിയാണ് പ്രിയം, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയം, മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ പ്രിയം, അങ്ങനെ നിരവധി പ്രിയങ്ങളുണ്ട് എന്നത് ഒരു ഭ്രമമാണ്. അടിസ്ഥാനപരമായി പ്രിയം ഒന്നേ ഉള്ളൂ എന്നാണ് അതിന് പൊതുവായിട്ട് പറഞ്ഞു വരുന്ന ഒരു അർത്ഥം. ആ അർത്ഥം ശരിയാണ്. എന്നാൽ അതിനപ്പുറത്ത് ജീവശാസ്ത്രപരമായ യുക്തികളെ മുഴുവൻ അതിവർത്തിക്കുന്നു. ഈ യുക്തികളെ അതിവർത്തിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ജീവശാസ്ത്രപരമായ അന്വേഷണങ്ങളോ അതിൻ്റെ യുക്തികളോ അപ്രസക്തമാണെന്നുള്ളതല്ല, മറിച്ച് ആ യുക്തിക്ക് അപ്പുറത്തേക്ക് ആദർശാത്മകമായ യുക്തി, അതായത് ഇപ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്നിടത്ത് നിന്ന് നമ്മൾ എവിടേക്കാണോ എത്തേണ്ടത് ആ എത്തേണ്ട അവസ്ഥയിലേക്ക്, ഇത് രണ്ടിനെയും വൈരുദ്ധ്യാത്മകമായി ഐക്യപ്പെടുത്തുന്ന ഒരു മഹായുക്തി, ആ യുക്തിയെയാണ് ആദർശാത്മകമായ യുക്തി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ പ്രിയമൊരു ജാതി, ഇതൻ പ്രിയം, ത്വദീയ പ്രിയം, അപരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്യതും ഭ്രമം തൻ പ്രിയം അപരപ്രിയം എന്ന വഴിയിടയാണ് എന്ന് പറയുന്നിടത്ത് തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ചിന്താലോകത്തിൽ നാം കാണുന്ന പ്രിയം അത് ചരിത്രപരമായി വളർന്നു വന്ന സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സംബോധനയാണ്. അതിനെ നിറപ്പകിട്ട് നൽകിയത് നിരവധി സമയങ്ങൾക്കൊപ്പം നവോത്ഥാന കാലമാണ്. ആ നവോത്ഥാന കാലത്തിൽ നിന്ന് അതിനെ ഏറ്റുവാങ്ങുകയാണ്. അതായത് പഴമ പുതുമ എന്ന ദ്വിത്വം പൊളിച്ചുകൊണ്ട് പുതിയ നമ്മുടെ ജനാധിപത്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടത് മാറുകയാണ് ചെയ്തത്. ഇനി നമ്മുടെ പതിവ് സംബോധന ബഹുമാനപ്പെട്ട എന്നതും ഇതുപോലെ തന്നെയാണ്. കാരണം ജൈവയുക്തി അനുസരിച്ച് എല്ലാ ജീവികളും ഒറ്റ മാനം മാത്രമാണുള്ളത്, 1 ഡയമെൻഷനിലാണ്. എല്ലാ മനുഷ്യരും എല്ലാ ജന്തുക്കളും 1 ഡയമെൻഷനിലാണ്. അതിന് ജൈവപരമായുള്ള ഒരുപാട് കാമനകളുണ്ട്. ആ ജൈവ കാമനയിൽ നിന്ന് അതിനെ തള്ളിക്കളയാനാവില്ല, പക്ഷേ അത് കൊണ്ടാടപ്പെടേണ്ടതുമല്ല. ആ ജൈവ കാമനയിൽ നിന്ന് സാംസ്കാരിക കാമനകളിലേക്ക് നമ്മൾ കുതിക്കുമ്പോഴാണ് നമ്മൾ മൾട്ടി ഡയമെൻഷൻ എന്ന അർത്ഥത്തിൽ ബഹുതലങ്ങളുള്ളവ എന്ന അർത്ഥത്തിൽ ബഹുമാനങ്ങളുള്ളവ എന്ന അർത്ഥത്തിൽ ആ തിരിച്ചറിവിൻ്റെ ഭാഗമായി നാം നമ്മളെ തന്നെ അഭിവാദ്യം ചെയ്യാൻ നാം നമുക്ക് തന്നെ സമർപ്പിക്കുന്ന ഒരു പുരസ്കാരമാണ് അറിയാതെ ബഹുമാനപ്പെട്ട എന്ന സംബോധന. നമ്മളതിന് പൂർണ്ണമായും അർഹരല്ലെങ്കിൽ, കാരണം അർഹരല്ലെങ്കിൽ പോലും ഇടക്കിടക്ക് നന്മ ആഘോഷിക്കുന്നത് നല്ലത് തന്നെയാണ്. അത് ഭാഷയുടെ ഒരു തത്വമാണ്. നമ്മൾ നിരന്തരം എന്താണോ പറയുന്നത് ആ പറച്ചിൽ നമ്മളെ പരോക്ഷമായിട്ടെങ്കിലും സ്വാധീനിക്കും. പ്രൊഫഷണൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നും ബാധകമല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എന്നുള്ളതിൻ്റെയും ഒരു വലിയ ആശയലോകമുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, സഹോദരരെ
എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന അതിൻ്റെ വലിയൊരു തത്വമുണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോഴും അതിൻ്റെ വലിയൊരു തത്വമുണ്ട്. ആ തത്വവും നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരും മുകളിലുമല്ല, ആരും താഴെയുമല്ല എന്ന തത്വമാണ്. കേരളത്തിലെ ഈ വാക്യം സഹോദരൻ അയ്യപ്പനാണ് ഒരു സവിശേഷ ചരിത്ര ഘട്ടത്തിൽ. ആ വാക്യം ഏറ്റവും പ്രസക്തമായിരിക്കുന്നത് അതിലെ അവസാനത്തെ പ്രയോഗമാണ്. കൊട്ടാരത്തിലെ രാജാവ് പോലും. അന്നത്തെ വലിയ കിടിലൻ പ്രയോഗമാണ്. അന്ന് ആ പ്രയോഗം നടത്താൻ സാധാരണ ഒരാൾക്കും കഴിയില്ല. കാരണം രാജാവ് നമ്മുടെ സാമാന്യ ഭാഷക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ നവോത്ഥാനം അതിനെ വകവച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ മലയാളികളൊക്കെ തന്നെ സാധാരണഗതിയിൽ 1893 വിവേകാനന്ദൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തെ പറ്റി പറയും. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ച ഒരു ആശയം എന്ന് പറയുന്നത്, എൻ്റെ രാജ്യത്തിലെ മാതൃഭാഷയായ സംസ്കൃതത്തിൽ അപരത്തെ സൂചിപ്പിക്കുന്ന, എക്സ്ക്ലൂഷൻ എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരൊറ്റ വാക്കുമില്ല എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. സത്യത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ശരിയാണ്. ഇതിനെയാണ് നമ്മൾ ആശംസ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 2-3 അർത്ഥങ്ങൾ തെറ്റാണ്. ഒന്ന്, എൻ്റെ രാഷ്ട്രത്തിലെ മാതൃഭാഷയായ സംസ്കൃതം ഒരിക്കലും മാതൃഭാഷയായിട്ടില്ല. മാതൃഭാഷയാവാൻ അതിന് കഴിയില്ല. കാരണം ഒരമ്മക്ക്, ഒരു സ്ത്രീക്ക് സംസ്കൃതം സംസാരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഭാഷയാണ് മാതൃഭാഷ എങ്കിൽ അങ്ങനെ ഒരു സ്ത്രീക്ക് സത്യത്തിൽ സംസാരിക്കാനുള്ള അവകാശം മാത്രമല്ല, നാടകത്തിൽ പോലും ശൂദ്രർക്കും സ്ത്രീകൾക്കും സംസ്കൃതം സംസാരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതിനപ്പുറം അതൊരു സംഭാഷണ ഭാഷയും ആയിരുന്നില്ല. അതൊരു ക്ലാസിക് ഭാഷയാണ്, പണ്ഡിറ്റ് ഭാഷയാണ്. അതിൻ്റേതായുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷേ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജാതി മേൽക്കോയ്മയും പിന്നീട് ഇന്ത്യൻ നവഭാസവും അവരുടെ ഒരു ജനവിരുദ്ധ ലോകം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയത്തിലടക്കം അത് ദൃശ്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, വിവേകാനന്ദൻ പറഞ്ഞാൽ ഇന്ത്യയുടെ മാതൃഭാഷയാണ്. ഇനി രണ്ടാമത്തെ തെറ്റ്, ആവിധമുള്ള ഒരു ഭാഷ, ഒറ്റ ഭാഷ ഇന്ത്യക്കാർക്കില്ല, ലോകത്തിലെ മനുഷ്യർക്കില്ല, പല ഭാഷകളാണുള്ളത്. ഇനി മൂന്നാമത്തേത്, അപരത്തെ സൂചിപ്പിക്കുന്നു, വെറുപ്പിനെ സൂചിപ്പിക്കുന്നു, അകറ്റി നിർത്തലിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഈ ഭാഷയിലില്ല എന്നത് എന്നെ അഭിമാനം കൊള്ളിക്കുന്നു. അത് തെറ്റാണ്. ഈ ഭാഷയിൽ അപരത്വത്തെ സൂചിപ്പിക്കുന്ന വാക്കുണ്ട്. മാത്രമല്ല, ഭൂരിപക്ഷം വരുന്ന ജനതയെ മ്ലേച്ഛരെന്ന് അടയാളപ്പെടുത്തിയ ജാതി മേൽക്കോയ്മ പ്രത്യയശാസ്ത്രവുമായും ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് നിലകൊള്ളുന്നത്. അതുകൊണ്ട് മൂന്നാമതായി അതും തെറ്റാണ്. പക്ഷേ ഈ 3 തെറ്റുകൾക്കിടയിൽ വിവേകാനന്ദൻ പങ്കുവച്ച ഒരു സ്വപ്നമുണ്ട്. സത്യവുമായി അതിന് പൊരുത്തമില്ല. സത്യവുമായി പൊരുത്തമില്ലാത്തതെങ്കിലും ചില സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ മനോഹരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യപ്പെടാവുന്നതാണ്. അത് സത്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട്, എന്നാൽ അത് തന്നെയാണ് സത്യമെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ അത് അത്യന്തം അപകടകരമായിരിക്കും. നമുക്കൊരിക്കലും ആ കെണിയിൽ നിന്ന് പുറത്തു കിടക്കാനും പറ്റില്ല. ഞാനിപ്പോൾ പറയാൻ ശ്രമിച്ചത് നമ്മുടെ പതിവ് സംബോധന. പ്രിയപ്പെട്ട സഹോദരൻ, ഇനിയൊരു സംബോധനയുണ്ട്, സുഹൃത്തുക്കളെ എന്നുള്ളതാണത്. അത് ഇതിനേക്കാൾ വലിയൊരു സങ്കീർണമായ അന്വേഷണ വിഷയമാണ്. പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യർ പരസ്പരം കേരളത്തിൽ നിന്ന് വിട്ടിട്ട് എത്രയോ കാലമായി ഒരു സ്കൂൾ പഠിച്ച, ഒന്നിച്ചൊരു ബെഞ്ചിലിരുന്ന് പഠിച്ച 2 പേർ ഒരു 10-30 കൊല്ലത്തെ നിരവധി ശാരീരികവും മാനസികവും തൊഴിൽപരവും സാമ്പത്തികവും ഒക്കെയായ മാറ്റങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആ ആദ്യ കാഴ്ചയിൽ വെച്ച് ഒരു മിന്നൽ പോലെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന ഒരു തോന്നലിൽ പരസ്പരം തിരിച്ചറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദമുണ്ട്. അത് നമ്മുടെ ഒരു കൊട്ടയിലും ഒരു പെട്ടിയിലും അടച്ച് പൂട്ടി വെക്കാനോ കമഴ്ത്തി വെക്കാനോ പറ്റാത്ത വിധം മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയാണ്. അങ്ങനെ നിരവധിയായ മനോഹാരിതകൾക്ക് ഒരേ സമയം
ചില ചരിത്രഘട്ടങ്ങൾ, ഉദാഹരണമായിട്ട് കാൽപ്പനിക കാലം ഇതിൽ പ്രണയമാണ് ഏറ്റവും പ്രധാനം എന്ന മട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിക്കപ്പുറം വളർന്നു കഴിഞ്ഞ ഒന്നാണ്. അത് പുനഃപരിശോധിക്കപ്പെടേണ്ടതാണോ എന്ന ഒരു സംവാദവും അനിവാര്യമാണ്. മഹാസൗഹൃദം എന്നുള്ളതാണ്. ആ മഹാസൗഹൃദത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തെ അത്തരമൊരു മെറ്റഫർ ഉപയോഗിക്കാമെങ്കിൽ പ്രണയം അത് വീണ്ടും മെറ്റഫറാണ്. ചെരുപ്പ് ഉപയോഗിച്ച് വളരെ വിനയത്തോടെ പ്രവേശിക്കേണ്ടി വരും. കാരണം മഹാസൗഹൃദമാണ് മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. അത് മനുഷ്യരും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടും, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടും, മനുഷ്യരും മൂല്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടും. അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് കൃത്യം അടയാളപ്പെടുത്താനാവാത്ത, ഞാൻ ഈ അവതരണത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, അഭ്യൂഹങ്ങളുടെ ഒരു ലോകം, അജ്ഞാതങ്ങളുടെ ഒരു ലോകം. ആ അജ്ഞാതങ്ങളുടെ ലോകത്തിൽ തന്നെ പലവിധ അജ്ഞാതങ്ങളുണ്ട്. അജ്ഞാതമാണ് എന്ന് നമുക്കറിയാവുന്ന അജ്ഞാതമുണ്ട്, ജ്ഞാതമായ അജ്ഞാതം. അജ്ഞാതമാണ് എന്ന് പോലും നമുക്കറിയാത്ത അജ്ഞാതങ്ങളുണ്ട്, അജ്ഞാതമായ അജ്ഞാതം. ഇങ്ങനെ നിരവധി തലങ്ങളുള്ള അജ്ഞാതത്തോട് മനുഷ്യർ പുലർത്തുന്ന ബന്ധം ഉൾപ്പെടെ മനുഷ്യജീവിതത്തിലെ സകലമാന അവസ്ഥകളെയും ഐക്യപ്പെടുത്തുന്ന പ്രിയത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു മൗലിക സ്രോതസ്സാണ് സൗഹൃദം. അതുകൊണ്ട് ഈ നാല് സംബോധനയെയും വെച്ച് ഉറപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ തത്വചിന്തയുടെ പേരാണ് ഫാസിസം. ഇത് നാലിനെയും വെച്ച് ഉറപ്പിക്കില്ല. അതിനർത്ഥം ഫാസിസ്റ്റ് പൊതുയോഗങ്ങളിൽ ഈ 4 പ്രയോഗങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, അത് ധൂർത്തമായി ഉണ്ടാകും. അത് തന്നെയാണ് അതിൻ്റെ അപകടവും. അല്ലാത്തവരുടെ പൊതുയോഗങ്ങളിൽ ഇതുണ്ടാകുന്നതൊക്കെ ഈ ഒരു പൊരുളിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടാണ് എന്നതിന് അർത്ഥവുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്രപരതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ വെറുപ്പിൻ്റെ കാലം എന്ന് മാത്രം പറഞ്ഞില്ല, വൻതോതിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാലത്ത്, കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തുമൊക്കെ വലിയ പിന്നോട്ടടി നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലും ഇന്ത്യയിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കൃഷിയായി, വ്യവസായമായി വെറുപ്പ് മാറിയിട്ടുണ്ട്. വെറുക്കാൻ പുതിയ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ എനിക്ക് ചിരി വന്ന കാര്യം, ഒടുവിൽ വാവറിൻ്റെ കഴുത്തിന് പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഒരു പരിഗണനയും ഇല്ലാതിരുന്ന ഒറ്റക്ക് അവിടെ നിന്ന് കഴിഞ്ഞൊരു പാവം കക്ഷി നല്ല സമൂഹത്തിനൊക്കെ ഭാഗമായി ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. വാവറിൻ്റെ കഴുത്തിലും കത്രിപ്പൂട്ട് വീണ് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർ ഫലം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പേരിടാനുണ്ടോ, അവരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് ഈ നവഫാസിസത്തിൻ്റെ വർത്തമാനം എന്നുള്ളത് നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലക്കെട്ടായിട്ട് തീരുന്നത്. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാറുള്ള